വർഷം 2025 നാട്ടുവിശേഷം എപ്പിസോഡ് 4. അപ്പോൾ ഇന്ന് ജൂൺ 6 തീയതിയാണ്. ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂ ആണ്. ഇന്ന് എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട്. എവിടെയാണെന്ന് വെച്ചാൽ ഇവിടെ കോട്ടക്കൽ ഇവിടെ മിനി റോഡ് ആ വഴിയാണ്. അപ്പോൾ അവിടെ എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട് അക്കൗണ്ട്സിലോട്ടാണ്. അപ്പോൾ എങ്ങനെ ഇപ്പോൾ പ്രിപ്പറേഷനൊന്നും അറിയില്ല. ഇങ്ങനെ പ്രിപ്പറേഷൻ പറഞ്ഞാൽ നമ്മൾ പഠിച്ചതൊക്കെ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. കിട്ടുമോയെന്നറിയില്ല. കിട്ടിയാൽ പൊളിക്കും. നല്ലൊരു ജോലിയാണ്, പിന്നെ നല്ലൊരു കമ്പനിയാണ്. ഡോക്ടർ ബി എന്നാണ് കമ്പനീൻ്റെ പേര്. പിന്നെന്താന്ന് വെച്ചാൽ ഇന്ന് ഞാൻ എന്നത്തെ വിഷയം അതാണ്. ഞാൻ ഇൻ്റർവ്യൂവിന് പോവാണ്. കിട്ടുമോ കിട്ടില്ല അറിയാം. നമ്മൾ പോയി നോക്കാം, പരിശ്രമിച്ച് നോക്കാം. ഓക്കെ എന്നാൽ. അപ്പോൾ ഇന്നത്തെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളെ പൂച്ച പ്രസവിച്ചു. ഇന്നലെയാണ് പൂച്ച പ്രസവിച്ചത്. ഞാൻ കാണിച്ചുതരാം. അപ്പോൾ മച്ചാന്മാരെ, നമ്മളെ പൂച്ച പ്രസവിച്ചിട്ടുണ്ട്. 2 ആണും 1 പെൺകുട്ടിയാണ്. പേരിടണമെന്നുണ്ട്. പേരെന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പേര് സജസ്റ്റ് ചെയ്യൂ. എന്താ വാവേ? ഇത് നമ്മളെ ഇൻ്റർവ്യൂക്കുള്ള സാധനമാണ്. CV, കണ്ണാട, വാച്ച്. അപ്പോൾ നമ്മൾ എക്സിക്യൂട്ടീവ് ആവാനൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്തിരിക്കണേ. ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, ഷൂസില്ല. ഞാനത്തെ പ്രശ്നം പറഞ്ഞാൽ ഇൻ്റർവ്യൂവിൽ പാസ്സാവും. കാരണം ഞാനത് മാത്രം ഫോക്കസ് ചെയ്യും. പണിക്ക് പോയിട്ടെങ്കിൽ ഇൻ്റർവ്യൂവിന് പോകണ്ടെന്നൊക്കെ ഉണ്ട്. പോയിട്ട് പണി വേണ്ടേ? പണിയില്ലെങ്കിൽ കുടുംബം പട്ടിണി. നമ്മൾ കഴിഞ്ഞാൽ മറ്റേതല്ലല്ലോ, ആഷിറും യൂട്യൂബ് ചാനലിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ആഷിറും മറ്റേ ഹനാൻഷൊന്നും അല്ലല്ലോ. ഇത് ഭയങ്കര കഴിവുണ്ട്. നമുക്ക് ഫോണുമില്ല, ഒരു ഇതിലാണ്. അപ്പോൾ നമുക്ക് ഇതെന്തായാലും ക്ലിക്കാവില്ല എന്നറിയാം. നമുക്ക് പിന്നെ നമ്മളൊരു ഇതിൽ ഇടാൻ പാഷൻ എന്നുള്ള ഇതിൽ വീഡിയോയിലിടാൻ. ഓക്കെ എന്നാൽ ഞാൻ ഈ ഇൻ്റർവ്യൂവിന് പോണേ. അപ്പോൾ അവിടുന്ന് ബാക്കി വീഡിയോ ഇട്ടാം. അപ്പോൾ മച്ചന്മാരെ, ഇതാണ് CV. പിന്നെ ബെൽറ്റൊന്നും കാണണ്ട, കീരിയും പാമ്പും കടിച്ചു പിടിച്ച് വലിച്ച മാതിരി ഉണ്ട്. അപ്പോൾ നമ്മൾ പോവാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ സ്കൂട്ടറിൽ പോവാണ്. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക എനിക്ക് വേണ്ടി ഇൻ്റർവ്യൂവിൽ പാസ്സാവാൻ. എന്തായാലും അപ്ലോഡ് ചെയ്തതിൻ്റെ ശേഷം നിങ്ങൾ കാണുള്ളൂ. പക്ഷേ ഇനി അടുത്ത് ഇത് കിട്ടിയില്ലെങ്കിൽ അടുത്തതിന് വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ കൂടെ നിങ്ങൾ നിൽക്കുക. ഇത് മുന്നോട്ട് പോകണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ മറ്റേ പറഞ്ഞ ഒരു ആശയുടെ അടുത്ത് നമ്മൾക്കൊന്നും കഴിവില്ലല്ലോ. അപ്പോൾ ഓക്കെ എന്നാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കാം, സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അവിടെ വെച്ചിട്ട് കാണാം. ഇവിടെ വെച്ചിട്ട് കോട്ടക്കൽ വെച്ചിട്ട്. ഓക്കെ. അപ്പോൾ മച്ചാന്മാരെ, നമ്മളിവിടെ പെട്രോൾ അടിക്കാൻ കയറിക്കണു. 50 റുപ്യക്കാണ് പെട്രോൾ അടിച്ചുകൊണ്ട് നമ്മൾ പെട്രോൾ അടിച്ചിട്ട് പോകാൻ പോണി. അപ്പോൾ ഇതാണ് കോട്ടക്കൽ അങ്ങാടി. നമുക്ക് പോവാം. ഇതാണ് നമ്മളെ കമ്പനി ഡോക്ടർ ബി. ഇവിടേക്കാണ് ഞാൻ ജോലി ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ മച്ചാന്മാരെ, നമ്മളെ ലൊക്കേഷൻ എത്തിക്കണേ. ഇവിടെ വെച്ചിട്ട് ഇൻ്റർവ്യൂ. ഈ കമ്പനിക്ക് അക്കൗണ്ട്സായി കണ്ട ഡോക്ടർ ബി മാനുഫാക്ചറിങ് കമ്പനിയാണ്. കുറച്ച് ടെൻഷൻ. അപ്പോൾ മച്ചാന്മാരെ, നമ്മൾ MKH തിരൂരങ്ങാടി എത്തിക്കണ്. ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു. വണ്ടി കൊടുക്കാൻ വാപ്പാക്ക് വണ്ടി കൊടുക്കാൻ വന്നതാണ്. അപ്പോൾ മച്ചാന്മാരെ, ഇൻ്റർവ്യൂ കഴിഞ്ഞു. വീട്ടിലെത്തി. എന്തൊരു വെയിലായിരുന്നു. നോമ്പും നല്ല ദിവസമല്ലെന്നേ. വെള്ളിയാഴ്ച വിചാരിച്ചിട്ട് കിട്ടിയെന്ന് വിചാരിച്ചു. ഉണ്ടാവാതൊക്കെ ഒരാഴ്ച ഇതുണ്ടാവും പറഞ്ഞു. ട്രെയിനിങ് ഉണ്ടാവും, വിളിക്കാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഇൻ്റർവ്യൂവിനൊക്കെ കുറേ അങ്ങനെ വിളിച്ചാണ്ട് ഇൻ്റർവ്യൂവിൽ തീരെ വയ്യ, നോമ്പൊക്കെ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇൻ്റർവ്യൂ കിട്ടിയാൽ മതി. ഇനി കിട്ടണമെന്നുണ്ട്. പക്ഷേ മാനുഫാക്ചറിങ്ങിൻ്റെ എന്തൊക്കെയാണ്. അപ്പോൾ പണിയൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ പണിയെടുക്കാൻ തയ്യാറാണ്. പണി നമുക്ക് നിർബന്ധം, അല്ലെങ്കിൽ നമ്മൾ വിടും. വീഡിയോ എടുത്ത് മാത്രം കാര്യം ഉണ്ടാവില്ല. വീഡിയോ റീച്ചായിട്ട് നമുക്ക് കാര്യം ഉണ്ടാവും. വീഡിയോ റീച്ച് ആവണം. നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യും. പച്ചക്ക് പറയുകയാണെങ്കിൽ നല്ല പെട്ടു. 3 ആൾക്കാരൊക്കെ ഇനി. ഞാൻ ഒറ്റക്കും 3 പേഴ്സൺസ് ഇൻ്റർവ്യൂ ഇൻ മീ. ഞാൻ പേടിച്ച് കുറച്ചൊക്കെ ഫസ്റ്റ് എന്തൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിച്ചു. മാനുഫാക്ചറിങ് നമ്മൾ അരിപ്പൊടിനായിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അരിപ്പൊടി വാങ്ങുകയാണെങ്കിൽ നമുക്ക് എന്ത് കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് എങ്ങനെ കാണാമെന്നൊക്കെ ചോദിച്ചു. ഞാൻ മറ്റേ അതൊന്നും പഠിച്ചിട്ടില്ല. പഠിച്ചാൽ പോട്ടെ, നമ്മൾ മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലത്. അല്ലാതെ അങ്ങനെ പഠിച്ചു പോയിട്ട് കാര്യമാണെന്നാണ് എൻ്റെ ഒരു
അഭിപ്രായം. ഞാൻ ആദ്യത്തെ മാനുഫാക്ചറിങ്ങിൻ്റെ ലെഡ്ജർ മൊത്തം പറഞ്ഞു കൊടുത്തിട്ട് എന്തൊക്കെയാ ആലോചിച്ചിട്ട് തന്നെ പിന്നെ വെച്ചിട്ടുണ്ട്. എങ്ങനെ ഇൻ്റർവ്യൂ പാസ് ചെയ്ത് നല്ലൊരു ജോലി കിട്ടിയാൽ മതി. തൃശ്ശൂർക്കാണെന്നാണ് പറഞ്ഞത്. ഇവിടെ കോട്ടക്കലാണ് ഇൻ്റർവ്യൂ ഉണ്ടാവില്ല, ഇനി തൃശ്ശൂരിലേക്കാണ് പണി എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിക്കണം. പക്ഷേ എന്തോ എനിക്കൊരു കോൺഫിഡൻസ് ഇട്ടാണ് കിട്ടുമോ കിട്ടൂലേ വിളിച്ചാന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് റിസൾട്ട് വരുമ്പോൾ കാണാം. അപ്പോൾ എന്നാൽ ഓക്കെ, നമുക്ക് വേണ്ടിയിട്ട് നമ്മളെ ഇത് വീടൊന്നും എങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടു, നിങ്ങളാണ് നമ്മളെ പ്രതീക്ഷ. ഓക്കെ ഓക്കെ.